മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തെ വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. தமிழில் வாய்ச்சோளோ. அன்றியும் பரலோக ராஜ்யம் நிலத்தில் புதைத்திருக்கிற பொக்கிஷத்துக்கு ஒப்பாயிருக்கிறது. அதை ஒரு மனுஷன் கண்டு மறைத்து அதை பற்றிய சந்தோஷத்திலே போய் தனக்கு உண்டான எல்லாவற்றையும் விற்று அந்த நிலத்தை கொள்ளுகிறான். സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. യേശു കർത്താവ് അനേക ഉപമകളിലൂടെ പല മർമ്മങ്ങളെ പറഞ്ഞു. ഹല്ലേലൂയ. തമിഴിൽ എന്താ മർമ്മത്തിന്? രഹസ്യം, മിസ്റ്ററീസ്, നിഗൂഢമായി നിൽക്കുന്ന രഹസ്യങ്ങളെ പറഞ്ഞു. എന്തിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഈ ഉപമയിൽ ദൈവരാജ്യത്തെക്കുറിച്ച്, കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് പറയുകയാണ്. അത് വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഈ നിധി, ദൈവരാജ്യം എന്ന നിധി, അത് എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു? വയലിൽ. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ എല്ലാവർക്കും ഇതിൻ്റെ വാല്യൂ അറിയില്ല, എല്ലാവർക്കും അത് കണ്ടെത്താനും പറ്റില്ല. ചിലർ കണ്ടെത്തിയാലും അവർക്കതിൻ്റെ വില അറിഞ്ഞുകൂടാ, മൂല്യം അറിഞ്ഞുകൂടാ, അതിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവർക്ക് ആ ദൈവരാജ്യം പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് പ്രസംഗിച്ചതെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. യോഹന്നാൻ സ്നാപകനും ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. The kingdom of God is at hand. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. യേശുവിൽ ആ ദൈവരാജ്യം വെളിപ്പെട്ടു വന്നു. ഇന്നും ആത്മാവിൽ ആരെല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കുന്നുവോ അവരുടെ എല്ലാം ജീവിതങ്ങളിൽ കർത്താവ് ഒരു ദൈവരാജ്യത്തെ സ്ഥാപിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ സ്ഥാപിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ദൈവരാജ്യമാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. അടുത്തൊരു കേട്ടു പറഞ്ഞേ, ഞാനാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. അകത്ത് ഭൂതമുണ്ടോ പിശാചുണ്ടോ എന്നൊന്നും ഇപ്പോൾ ബോധറിയേണ്ട. വചനം ഏറ്റെടുക്കുമ്പോൾ പുറത്തു പോകേണ്ടതെല്ലാം പുറത്തു പോയിക്കോളും. ഹല്ലേലൂയ. അശുദ്ധമായതെല്ലാം പുറത്തു പോയിക്കോളും. എന്നാൽ ആഗ്രഹം ഇതാണ്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കണം, ദൈവത്തിൻ്റെ രാജ്യമായി ശോഭിക്കണം. ഹല്ലേലൂയ. വചനത്തിൻ്റെ വെളിച്ചം ഉള്ളിൽ പ്രകാശിക്കണം. അശുദ്ധികളെല്ലാം മാറി ഒരു പരിശുദ്ധി ഉണ്ടാകണം, ഒരു വിശുദ്ധി ഉണ്ടാകണം. അതുതന്നെ നമ്മുടെ ഉള്ളത്തിൽ ഒരാഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ ഉപമയിൽ ആ മനുഷ്യൻ എന്ത് ചെയ്തു? മറച്ചിട്ടു. എന്തിനാ? എന്താണ് അതിൻ്റെ അർത്ഥം? തനിക്കത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. താൻ കണ്ടെത്തിയ ദൈവരാജ്യം, താൻ കണ്ടെത്തിയ നിധി. അപ്പോൾ ഒരു ദൈവ പൈതലിന് ഈ ദൈവരാജ്യത്തിൻ്റെ എക്സ്പീരിയൻസ്, ദൈവരാജ്യത്തിൻ്റെ അനുഭവം എങ്ങനെയായിരിക്കണം? ഒരു നിധി ആയിരിക്കണം. നിധി എന്ന് പറഞ്ഞാൽ വിലയേറിയ ഒന്ന്, വിലപിടിപ്പുള്ള ഒന്ന്, വിലമതിക്കാനാവാത്ത ഒന്ന്, എത്ര വില കൊടുത്താലും ലഭിക്കാത്ത ഒന്ന്. അങ്ങനെയൊരു നിധിയായി ദൈവത്തിൻ്റെ ജനം ഈ ദൈവരാജ്യത്തെ കാണണം, ദൈവരാജ്യത്തെ കാത്തു സൂക്ഷിക്കണം. അത് നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. കർത്താവ് തന്നെ ആരാധിക്കുമ്പോൾ നമുക്ക് തരുന്ന അനുഭവങ്ങൾ, ദൈവവചനത്തിൽ നമുക്ക് തരുന്ന അനുഭവങ്ങൾ, കൂട്ടായ്മയിൽ നമുക്ക് തരുന്ന അനുഭവങ്ങൾ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് തരുന്ന അനുഭവങ്ങൾ, വചന ധ്യാനത്തിൽ കർത്താവ് തരുന്ന അനുഭവങ്ങൾ, ഇതിനെ ഒരു നിധിയായി ദൈവത്തിൻ്റെ ജനം സൂക്ഷിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു നാളും ഈ നിധി നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും, ആരെല്ലാം കൈവിട്ടാലും ഈ നിധി നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ഒരു ഭക്തൻ ഇങ്ങനെ പാടി, മനിതർ എന്നെ കൈവിട്ടാലും മാമിസമഴുകി നാറിട്ടാലും ഐശ്വര്യം യാവും അഴിந்திട്ടാലും ആകാതവനെന്ത് തള്ളിവിട്ടാലും ഐശ്വര്യം യാവും അഴിந்திട്ടാലും
ആകാതവൻ എന്ത് തള്ളിവിട്ടാലും യേശു പോതുമേ, യേശു പോതുമേ. எந்த நாளிலுமே என் நிலையிலுமே எந்த வாழ்வினிலே இயேசு போதுமே, இயேசு போதுமே. மனிதர் என்னை கைவிட்டாலும் மாமிசம் அழுகி நாரிட்டாலும் ஐஸ்வர்யம் யாவும் அழிந்திட்டாலும் ஆகாதவன் என்று தள்ளிவிட்டாலும் ஐஸ்வர்யம் யாவும் அழிந்திட்டாலும் ஆகாதவன் என்று തള്ളിവിട്ടാലും. എന്താ നമ്മൾ പാടിയത്? മനുഷ്യരെല്ലാം എന്നെ കൈവിട്ടാലും എൻ്റെ ശരീരം മുഴുവനും അഴുകിപ്പോയാലും കൊള്ളാത്തവൻ കൊള്ളരുതാത്തവൻ എന്ന് എല്ലാവരും ഉപേക്ഷിച്ചാലും എനിക്ക് യേശു മാത്രം മതി. ഹല്ലേലൂയ. നിധി കാത്തു സൂക്ഷിക്കുന്നവരുടെ മൈൻഡ് ഇങ്ങനെയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ നിധി കാത്തു സൂക്ഷിക്കുന്നവർ മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ഓടില്ല. മനുഷ്യൻ നല്ല സർട്ടിഫിക്കറ്റ് തന്നാലും മോശം സർട്ടിഫിക്കറ്റ് തന്നാലും നെവർ മൈൻഡ്, അതിനെക്കുറിച്ച് അവർ കലങ്ങുകയില്ല, വിചാരപ്പെടുകയില്ല. അവർ എന്തു പറയും, ഇവർ എന്തു പറയും, അവർ എന്ത് ചിന്തിക്കും എന്നുള്ള കലക്കം ലോക മനുഷ്യനുണ്ടാകും. എന്നാൽ നിധിയായി ദൈവരാജ്യത്തെ കണ്ടിട്ടുള്ള ദൈവത്തിൻ്റെ പൈതൽ അതിനൊരു വിലയും കൊടുക്കില്ല. മനുഷ്യൻ എന്തു പറഞ്ഞാലും, എനിക്ക് എന്തെല്ലാം ദോഷങ്ങൾ സംഭവിച്ചാലും, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും അതിലൊന്നും കലങ്ങില്ല. നിധി സ്വന്തമാക്കിയ ദൈവത്തിൻ്റെ ജനം. ഹല്ലേലൂയ. എന്താണ് ആ നിധി? ദൈവരാജ്യം. ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എന്ന് പറഞ്ഞാൽ അവനതൊരിക്കലും നഷ്ടപ്പെടുവാൻ തയ്യാറല്ല. ആ നിധി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ അവൻ വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ ഒരു മൈൻഡാണ് ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മയിലൂടെ, ആരാധനയിലൂടെ, ദൈവമക്കളുമായിട്ടുള്ള കണക്ഷനിലൂടെ, ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന ആ വെളിച്ചം അതൊരിക്കലും മങ്ങിപ്പോകാതെ വണ്ണം, നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ദൈവത്തിൻ്റെ ജനം അതിനെ പരിപാലിക്കണം, കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു അതൊരു നിധിയാണ്. അതെങ്ങനത്തെ നിധിയാണ്? അത് മറച്ചിട്ടിരിക്കുന്ന നിധിയാണ്. എങ്ങനെ നിധിയാണ്? എല്ലാവർക്കും അത് കാണാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ബൈബിൾ. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം ഏതാണ്? ബൈബിൾ. എത്രയോ കോപ്പികൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ബൈബിൾ. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം ബൈബിൾ. ബൈബിളിന് ഈ ലോകത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ വലിയ ഹിസ്റ്ററി ഉണ്ട്, വലിയ ചരിത്രമുണ്ട്. ആർക്കും മൂവ് ചെയ്യാൻ പറ്റാത്ത, ഷേക്ക് ചെയ്യാൻ പറ്റാത്ത ചരിത്രമുണ്ട്. എങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ നിധി ഈ വായിച്ചവർ പലരും കണ്ടെത്തിയിട്ടില്ല. പലരും അതിനെ ബുദ്ധിയിലെടുക്കുന്നു, അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നു. ബുദ്ധിയിലെടുത്ത് വചനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, അതിനുള്ള ശക്തി സ്വന്തമാക്കാതിരിക്കുമ്പോൾ ആ നിധിയുടെ അനുഭവങ്ങൾ, അതിൻ്റെ വാല്യൂ മനസ്സിലാകില്ല. എന്നാൽ ബുദ്ധിയിലെടുക്കാം, അതിനോടൊപ്പം അതിൻ്റെ ശക്തിയും വേണം. ഹല്ലേലൂയ. ഭക്തിയുടെ വേഷമല്ല, അഭിഷേകത്തിൻ്റെ ശക്തി വേണം. ഭക്തിയുടെ വേഷമല്ല, ആത്മാവിൻ്റെ ശക്തി വേണം. ഭക്തിയുടെ വേഷമല്ല, വചനത്തിൻ്റെ ശക്തി വേണം. ആ ശക്തി കാത്തു സൂക്ഷിക്കുന്നവർ ദൈവത്തിൻ്റെ ജനം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് ഈ ഉപമ പറയുമ്പോൾ മറ്റൊരു വചനത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. பரிசுத்தமானதை நாய்களுக்கு கொடாதேயுங்கள், உங்கள் முத்துகளை பன்றிகள் முன் போடாதேயுங்கள், போட்டால் தங்கள் கால்களால் அவைகளை மிதித்து திரும்பிக் கொண்டு உங்களை பீறி போடும். വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്.
അവ കാൽ കൊണ്ട് അവ ചവിട്ടിക്കളയുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. കർത്താവ് ഒരു ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങളുടെ വിശുദ്ധമായത് ആർക്ക് കൊടുക്കരുത്? നായ്ക്കൾക്ക് കൊടുക്കരുത്. മറ്റൊരു മൃഗം, മുത്തുകളെ പന്നികൾക്ക് കൊടുക്കരുത്. ഇവിടെ നായെന്നും പന്നിയെന്നും പറഞ്ഞിരിക്കുന്നത്, നായയെയും പന്നിയെയും ആരൊക്കെ കണ്ടിട്ടുണ്ട്? കൈ ഉയർത്തിക്ക്. ശരി, കണ്ടിട്ടില്ലാത്തവരുണ്ട്, ഉറങ്ങിയിരിക്കുന്നതായിരിക്കും. അടുത്ത നിങ്ങൾ കൈയെടുത്തൊരു പ്രൈസിലോട് പറഞ്ഞേ. നമുക്ക് പന്നിയെ കാണാൻ മ്യൂസിയത്തിൽ ഒരു ടൂർ പോകാം. ഓക്കെ. അപ്പോൾ ഇവിടെ പന്നിയെന്നും നായെന്നും പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ മൃഗങ്ങളെ അല്ല. പന്നി ഫാം ഇവിടെ അടുത്തുണ്ട്, പോയി നോക്കാം. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന നായും പന്നിയും എന്തിനെക്കുറിച്ചല്ല? മൃഗങ്ങളെക്കുറിച്ചേ അല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല വചനങ്ങളും അതിന് വേറൊരു ഇന്നർ മീനിങ് ഉണ്ടാകും, അതിൻ്റെ ആഴത്തിൽ മറ്റൊരു അർത്ഥമുണ്ടാകും. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പന്നി, ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന നായ്, അതും മനുഷ്യരുടെ കാറ്റഗറിയിൽപ്പെട്ടവരെ തന്നെയാണ്. ആത്മാവിൽ ദൈവത്തിൻ്റെ കണ്ണിൽ ചില മനുഷ്യർ പന്നികളാണ്, ചില മനുഷ്യർ നായ്ക്കളാണ്, ചില മനുഷ്യർ ആടുകളാണ്. ആടുകളിൽ ചിലത് കോലാടുകളാണ്, ചിലത് ചെമ്മരിയാടുകളാണ്. എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ 4 കാറ്റഗറിയിൽ ഏതിൽപ്പെട്ടതാണ്? ഞാൻ 4 കാര്യം പറഞ്ഞു: നായ്, പന്നി, കോലാട്, ചെമ്മരിയാട്. ഇതിലേതിൽപ്പെട്ടതാണ്? ചെമ്മരിയാട് ആണോ? ഓക്കെ, സന്തോഷം. അങ്ങനെ തന്നെ ആകണമെന്നാണ് കർത്താവിന് ഇഷ്ടം. പരിശോധിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നായെക്കുറിച്ച് വചനം എന്തു പറയുന്നു നോക്കിയാൽ, പഴയ നിയമത്തിൽ കർത്താവ് പറയുന്നു ചിലത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. ഓക്കെ. പഴയ നിയമത്തിൽ പറയുന്നത് ഒരു കാര്യം ഇങ്ങനെയാണ്: കടിച്ചു കീറിക്കളഞ്ഞതിനെ നിങ്ങൾ ഭക്ഷിക്കരുത്. ഇസ്രായേലിനോട് ദൈവം ആഹാരത്തെക്കുറിച്ച് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ പറയുകയാണ്, കടിച്ചു കീറിക്കളഞ്ഞതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. അതെന്ത് ചെയ്യണം? നായ്ക്കൾക്കിട്ട് കൊടുക്കണം. ആർക്കിട്ട് കൊടുക്കണം? നായ്ക്കൾക്കിട്ട് കൊടുക്കണം. നായി എന്ന് പറഞ്ഞാൽ വിശുദ്ധ വചനത്തിൻ്റെ ബേസിസിൽ ഇന്ന് നായ്ക്കളെ AC റൂമിലും AC കാറിലും ആണ് കിടത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യക്കുട്ടിക്ക് കിട്ടാത്ത കെയറിങ്ങും ശുശ്രൂഷകളും നായ്ക്കൾക്ക് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? നമ്മുടെ വെറ്റിനറി ഡോക്ടർ സിസ്റ്റർ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലേ? ഓക്കെ. അപ്പോൾ നായ്ക്കൾക്ക് ഭയങ്കരമായ കെയറിങ് ഇന്ന് കിട്ടുന്നുണ്ട്. ശരിയാണോ? ശരിയല്ലേ? ശരിയാണ്. പക്ഷേ വചനത്തിൻ്റെ മുന്നിൽ നായ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഭക്ഷിക്കുന്നതാണ്. എന്ത് കിട്ടിയാലും മോശമായുള്ളതായാലും അത് കഴിക്കും. അതിന് വിശുദ്ധിയെന്നും അശുദ്ധിയെന്നും വേർതിരിവില്ലാത്തതാണ് നായ്. നായ്ക്ക് എന്തില്ല? വിശുദ്ധിയെന്നും അശുദ്ധിയെന്നും സെപ്പറേഷനില്ല. നായ് എന്ത് കിട്ടിയാലും ഏറ്റെടുക്കും. അങ്ങനെയുള്ള നായ്ക്കൾ ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം. വേറെ ആളെ കുറിച്ചല്ല, സ്വയമായി പരിശോധിച്ചാൽ മതി. ഓക്കെ. അത് വിശുദ്ധമായതൊന്നും അശുദ്ധമായതൊന്നും ഒരു തിരിച്ചറിവുള്ളവൻ നായല്ല. ആമേൻ. തിരിച്ചറിവില്ലാതെ എല്ലാത്തെയും ഏറ്റെടുക്കുന്നവൻ, കൈ കിട്ടുന്നതെല്ലാം ഏറ്റെടുക്കുന്നവൻ നായാണ്. അതാണ് വചനം നായയെക്കുറിച്ച് പറയുന്നത്. യേശു കർത്താവ് ഒരിക്കൽ കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ഒരു വിടുതലിനായി തൻ്റെ മകൾക്ക് ഭൂതോപദ്രവമുണ്ട് എന്ന് പറഞ്ഞ് വന്നപ്പോൾ കർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്തു, കർത്താവേ അവളെ പറഞ്ഞയക്കണമേ എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കൾക്കുള്ള അപ്പം ഇത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന്. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 27. മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. മക്കൾ ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നവർ മക്കൾ, ദൈവത്തിൻ്റെ വചനത്തെ
ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവർ മക്കൾ. ദൈവത്തിന്റെ വചനത്തെ മൈൻഡ് ചെയ്യാത്തവർ, ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കാത്തവർ നായ്ക്കുട്ടികൾ. മക്കൾക്കുള്ള അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ സ്പിരിച്വൽ വേൾഡിൽ, ആത്മലോകത്തിൽ ചില ഡിസിപ്ലിൻ ഉണ്ട്, ചില അച്ചടക്കങ്ങളുണ്ട്, ചില ക്രമീകരണങ്ങളുണ്ട്. അത് എല്ലാവർക്കും തോന്നുന്നത് പോലെ പോയി എടുക്കാൻ പറ്റില്ല. കർത്താവിൽ നിന്ന് കിട്ടുന്ന നന്മ, കർത്താവിൽ നിന്ന് കിട്ടുന്ന ആശീർവാദങ്ങൾ നായ്ക്കുട്ടികൾക്കില്ല. നായ്ക്കുട്ടികളുടെ കാറ്റഗറിയിൽപ്പെട്ടവരാരാണ്? ഏത് അശുദ്ധിയും വിശുദ്ധിയും എല്ലാം ഏറ്റെടുക്കുന്നവർ നായ്ക്കുട്ടികൾ. വിശുദ്ധമായതിനെ മാത്രം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ ആട്, ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ അശുദ്ധമായതിനെ പോലും വേർതിരിക്കാതെ അതും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വളരെ ആവേശത്തോടുകൂടെ ഏറ്റെടുക്കുന്നവർ, ഉപദേശത്തിലായാലും പ്രവൃത്തിയിലായാലും ജീവിതത്തിലായാലും അശുദ്ധമായതിനെ ഏറ്റെടുക്കുന്നവർ നായ്ക്കുട്ടികളുടെ കൂട്ടത്തിലാണെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെ ആസ്വദിച്ച് വെള്ളം പോലെ വലിച്ചു കുടിക്കുന്നവർ നായ്ക്കുട്ടികൾ. പാപമെന്ന് അറിഞ്ഞാലും തെറ്റാണെന്ന് അറിഞ്ഞാലും അതിനെക്കുറിച്ചൊരു കുറ്റബോധമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടെ അതിൽ എൻജോയ് ചെയ്ത് പാപത്തിൽ ജീവിക്കുന്നവർ നായ്ക്കുട്ടികൾ. ഹല്ലേലൂയ. പാപത്തിൽ വീഴുന്നവരല്ല, വീഴുന്നവർ ദാവീദിനെ പോലെ വീണിട്ട് മാനസാന്തരപ്പെട്ട് എഴുന്നേൽക്കാൻ കഴിയും. എന്നാൽ ചിലർ പാപത്തിൽ വീഴുകയല്ല, ചിലർ പാപത്തിൽ ജീവിക്കുകയാണ്. പാപത്തിൽ ജീവിക്കുന്ന നായ്ക്കുട്ടികൾക്ക് ബ്ലെസ്സിങ് ഇല്ല, ദൈവത്തിൽ നിന്നുള്ള ആശീർവാദമില്ല. പാപത്തിൽ ജീവിക്കുന്ന നായ്ക്കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പാപത്തിൽ ജീവിക്കുന്ന നായ്ക്കുട്ടികൾ അവർ നിലവിളിച്ചാലും കർത്താവ് തിരിഞ്ഞു നോക്കുകയില്ല. കനാന്യ സ്ത്രീയുടെ ആ അനുഭവം അതാണ് എക്സാമ്പിൾ. പാപത്തിൽ ജീവിക്കുന്നുവോ, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവസ്നേഹം അറിഞ്ഞിട്ടും സത്യങ്ങളെ അറിഞ്ഞിട്ടും പാപത്തിൽ തന്നെ ജീവിക്കുന്ന നായ്ക്കുട്ടിയായിരുന്നാൽ പ്രാർത്ഥന കേൾക്കുകയില്ല. വിശുദ്ധമായ ഉയരത്തിലെ നന്മകളൊന്നും ദൈവിക സഹായങ്ങളൊന്നും ലഭിക്കുകയില്ല. ദൂതന്മാരുടെ കാവലുണ്ടാകുകയില്ല, വേലികെട്ടി കാക്കുകയില്ല. കർത്താവ് കോട്ടയും പരിചയും പലകയുമായിരിക്കുകയില്ല. പൈശാചിക ലോകത്തിൽ നിന്ന് വരുന്ന ഒരു ആക്രമണങ്ങളും ദൈവത്താൽ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു നായ്ക്കുട്ടിയായി ദൈവത്തിന്റെ ജനമായി പോകരുത്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ഒരു വചനം കൂടെ പറഞ്ഞതിന് ശേഷം പന്നികളെ കുറിച്ച് പറയാം. 2 പത്രോസ് 2-ാം അധ്യായം 20-22 വാക്യങ്ങൾ. 2 Peter chapter 2 verse 20 and 22. 20 മുതൽ 22 വരെ 2 പത്രോസ്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ ദൈവത്തിന്റെ മക്കളാരാണ്? എല്ലാവരും പറഞ്ഞേ, ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. തമിഴിൽ വായിച്ചേ. கர்த்தரும் இரட்சகருமாயிருக்கிற இயேசு கிறிஸ்துவை அறிகிற அறிவினாலே உலகத்தின் அசுத்தங்களுக்கு தப்பினவர்கள். ഉലകത്തിൻ അസുത്തങ്ങൾക്ക് തപ്പിനവർകൾ, ലോകത്തിന്റെ അശുദ്ധിയെ വിട്ടോടിയവർ, അവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ നിങ്ങൾ ആരാണ്? ലോകത്തിന്റെ അശുദ്ധിയെ വിട്ടോടിയവർ. ആ കാറ്റഗറിയിലുള്ളവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ അശുദ്ധി ദൈവമക്കൾക്ക് വേണ്ട. അത് അശുദ്ധമായത് അവർ മാറ്റിവെക്കുകയാണ്. ഈ അശുദ്ധമായത് നമുക്കുള്ളതല്ല. ഈ അശുദ്ധമായത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഉചിതമല്ല. അടുത്ത് വായിച്ചോ, കണ്ടിന്യൂ. மறுபடியும் அவைகளில் சிக்கிக்கொண்டு ஜெயிக்கப்பட்டால் அவர்களுடைய பின்னிலைமை മുൻനിലമയിലും കേടുള്ളതായി இருக்கும். വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. ഓക്കെ, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ടും കർത്താവിന്റെ വചനത്തിന്റെ വെളിച്ചം ലഭിച്ചിട്ടും അതിനെ ഗണ്യമാക്കാതെ, അതിനെ വിലമതിക്കാതെ താൻ തോന്നികളായി സ്വന്തം വഴികളിൽ ഓടിപ്പോയി കഴിഞ്ഞാൽ വചനം പറയുന്നു, ഈ ഇങ്ങനെയുള്ളവർ അതിൽ വീണ്ടും കുടുങ്ങിപ്പോയാൽ, വിട്ടതിൽ വീണ്ടും പോയി കുടുങ്ങിയാൽ, പഴയ പാപത്തിൽ വീണ്ടും പോയി അകപ്പെട്ടാൽ, ഉപേക്ഷിച്ചതിനെ വീണ്ടും തിരിച്ചെടുത്താൽ, ഓക്കെ, അവരുടെ മുന്നിലത്തെ സ്ഥിതിയെക്കാളും അധികം മോശമായിരിക്കും പിന്നത്തെ സ്ഥിതി. 21-ാം വാക്യം.
அவர்கள் நீதியின் மார்க்கத்தை அறிந்த பின்பு தங்களுக்கு ஒப்புவிக்கப்பட்ட பரிசுத்த கற்பனையை விட்டு விலகுவதை பார்க்கிலும் அதை അറിയാതിരുന്നാர்களാனால் അവർക്ക് നലമായിരിക്കും. ഓക്കെ, വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം, ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയായ നീതിയുടെ വഴി. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എവിടെയാണ്? നീതിയുടെ വഴിയിലാണ്. അവർ നീതിമാന്മാരാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ ജനം നീതിയുടെ വഴിയിലാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. നമ്മളെല്ലാവരെയും ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയാണ്? നീതിയുടെ വഴിയിലാണ്. അടുത്ത വാക്യം, നായ് താൻ കക്കിനதை തിന്നവും കഴുവപ്പെട്ട പന്തി சேற்றிலே புரளவும் திரும்பினது என்று சொல்லப்பட்ட മെയ്യാന പഴമൊഴിയിൻപടിയേ അവർക്ക് സംഭവിച്ചത്. ഈ വാക്യത്തിൽ നോക്കിക്കേ, നായയെ കുറിച്ചും പന്നിയെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിലുരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. എന്തൊക്കെ? നായയുടെ പ്രത്യേകത എന്താണ്? നായയുടെ പ്രത്യേകത സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായി എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞ, അത് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച, അതിനെ തന്നെ വീണ്ടും പോയി ഭക്ഷിക്കും. ഇത് നായി. ഉപേക്ഷിച്ച പാപത്തെ വീണ്ടും എടുക്കും. അത് നായി. ഉപേക്ഷിച്ച കള്ളത്തരങ്ങളിലേക്ക് വീണ്ടും പോകും. അത് നായി. ഉപേക്ഷിച്ച അനീതിയിലേക്ക് വീണ്ടും പോകും. അത് നായി. ഉപേക്ഷിച്ച ദൈവ കൽപ്പനയുടെ ലംഘനങ്ങളിലേക്ക് വീണ്ടും പോകും. അത് നായി. ഹല്ലേലൂയ. അടുത്ത്, കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി. കുളിച്ചിട്ട് എന്താണ് കുളിച്ചത്? മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് ഞാൻ ഇനി കർത്താവിൻ്റെ വഴിയിൽ നല്ല മകനായി ജീവിക്കുമെന്ന് തീരുമാനിച്ചിട്ട്, അതാണ് ഞാൻ പറയുന്നത്, കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി. ചളി എന്ന് പറഞ്ഞാൽ എന്താ? പാപം, ലോകം, ലോഹമോഹം, അശുദ്ധി, അതിലേക്ക് ഉരുളുവാൻ തിരിഞ്ഞ പന്നി. മൃഗങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ഇത് പറയുന്ന ആരെ കുറിച്ചാണ്? മനുഷ്യരെ കുറിച്ചിട്ടാണ്. ഈ ടൈപ്പ് മനുഷ്യരെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപേക്ഷിച്ചതിനെ തിരിച്ചെടുക്കുന്ന നായി, ചളി, അശുദ്ധമായതിൽ കിടന്ന് വിരകുന്ന, അശുദ്ധമായതിൽ കിടന്ന് ഞരങ്ങുന്ന, അശുദ്ധമായതിൽ എൻജോയ് ചെയ്യുന്ന പന്നി. ഇങ്ങനെ ദൈവത്തിന്റെ ജനം ആകുവാൻ പാടില്ല. ദൈവത്തിന്റെ ജനത്തിനും ലോകമക്കൾക്കും വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ ജനം വെളിച്ചത്തിന്റെ മക്കൾ, ലോകത്തിന്റെ മക്കൾ ഇരുട്ടിൽ അന്ധകാരത്തിൽ കിടക്കുന്നവരാണ്. ലോകത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കൾ. പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾക്ക് പ്രത്യേകമായ പരിഗണന, സ്പെഷ്യൽ കൺസിഡറേഷൻ കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മക്കൾക്കുള്ള അപ്പം എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ആയിട്ടുള്ളത്, ലോകത്തിന്റെ മക്കൾക്ക് കിട്ടുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ ജനത്തിന് കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അനേകമായ നന്മകൾ ദൈവത്തിന്റെ ജനം സ്വന്തമാക്കിയിട്ടുണ്ട് ദൈവത്താൽ. പക്ഷെ ലോകത്തിന്റെ മക്കൾക്ക് അത് കിട്ടില്ല. ചില രോഗങ്ങളെ സൗഖ്യമാക്കിയത്, ചില പ്രതികൂലങ്ങളിൽ നിന്ന് പുറത്തു വന്നത്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോലും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പോലും കർത്താവ് ചെയ്തത്, അത് കർത്താവിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് ലോകമക്കൾക്കുള്ളതല്ല, അത് മക്കൾക്കുള്ള അപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അടുത്ത് മത്തായി സുവിശേഷം 7:6 വരാം. അവിടെയും കർത്താവ് പറയുന്നു നായിയെക്കുറിച്ചും പന്നിയെക്കുറിച്ചും. ഓക്കെ, ഈ മെസ്സേജിന് വേണമെങ്കിൽ നായും പന്നിയും എന്ന് ഒരു ടൈറ്റിൽ ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ മത്തായി 7:6 വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. പന്നി എന്ന് പറഞ്ഞാൽ പന്നിയെ പിശാച് പെട്ടെന്ന് പിടിക്കും. അടുത്ത എഴുതു പറഞ്ഞേ, പന്നിയെ പിശാച് പിടിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ, മാർക്കോസ് സുവിശേഷം
5-ാം അധ്യായം 11-ാം വാക്യം 12-ാം വാക്യം നോക്കിയാൽ നമുക്കവിടെ കാണാം. യേശു ലെഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യനെ വിടുവിക്കുന്നു. ഭൂതഗ്രസ്തനായ ലെഗ്യോൻ ബാധിച്ച മനുഷ്യനെ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. ആ സമയത്ത് പിശാചിനെ പുറത്താക്കുമ്പോൾ പിശാചിൻ്റെ ഒരു അപേക്ഷ, പിശാചിൻ്റെ ഒരു റിക്വസ്റ്റ് കർത്താവിനോട്. എന്താണ് റിക്വസ്റ്റ്? 12-ാം വാക്യം എടുത്തേ. അവിടെ മലയരികെ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. പന്നിയിലേക്ക് പിശാച് ആകർഷിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയാൽ അവൻ ആടായി മാറണം, അവൻ മാനസാന്തരപ്പെടണം. അവൻ ആടായി മാറിയില്ല എങ്കിൽ, വീണ്ടും പഴയ ജീവിതത്തിൽ തന്നെ അവൻ ജീവിക്കുകയാണെങ്കിൽ അവനൊരു പന്നിയാണ്. ആ പോയ പിശാച് വീണ്ടും തിരിച്ചവൻ്റെ മേൽ വരും. പോയ പിശാച് എന്തുകൊണ്ട് തിരിച്ചു വരുന്നു? ആടായില്ല, പന്നിയായതുകൊണ്ട് പോയ പിശാച് തിരിച്ചു വരുന്നു. ദൈവത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ആ സ്പിരിച്വൽ വേൾഡ് ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. കർത്താവ് പറയുന്നു, പിശാച് പോയിട്ട് തിരിച്ചു വന്ന് നോക്കും. എങ്ങനെ? ഇവിടെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണെങ്കിൽ പോയ പിശാചിന് തിരിച്ചു വന്ന് കയറാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ സാത്താൻ പുറത്തു പോയി. സാത്താൻ പുറത്തു പോയതിനു ശേഷം മാനസാന്തരമുണ്ട്, ദൈവഭക്തിയുണ്ട്, വചനമുണ്ട്, കൂട്ടായ്മയുണ്ട്, ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ട്. അതിൻ്റെ അർത്ഥം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവൻ എന്ത് ചെയ്യും? തിരിച്ചു വന്ന് നോക്കിയിട്ട് പോയിട്ട് ആ പിശാച് എന്ത് ചെയ്യും? തന്നിലും ബലവാന്മാരായ വേറെ 7 പേരെ വിളിച്ചുകൊണ്ടുവരും. 8 പേരായിട്ട് തിരിച്ചു വരും. 8 പേരായിട്ട് തിരിച്ചു വരുമ്പോഴും ഇവിടെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരുന്നാൽ അതിന് കയറാൻ പറ്റില്ല. പിശാച് എവിടെ കയറും? വൃത്തിയില്ലാത്തടത്ത് കയറും. പിശാച് എവിടെ കയറും? വൃത്തിയുള്ളിടത്ത് കയറാൻ പറ്റില്ല. അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരുന്നാൽ സാത്താന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരധികാരവും ഒരവകാശവും ഉണ്ടാവുകയില്ല. വിശുദ്ധിയിൽ ജീവിച്ചാൽ, വചനത്തിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരധികാരവും ഒരവകാശവും ഉണ്ടാവുകയില്ല. തന്നിലും ബലവാന്മാരായ വേറെ 7 പേരെ വിളിച്ചുകൊണ്ട് സാത്താൻ വരുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും? ഈ വൃത്തിയെ ഇല്ലാതാക്കുവാൻ, അതിനെ അശുദ്ധമാക്കുവാനുള്ള പല തന്ത്രങ്ങളും വരെയും. അകത്ത് കയറാൻ പറ്റില്ല, പുറത്തു നിന്ന് പല പ്രലോഭനങ്ങളും തരും. ഏതു കാര്യത്തിൽ മാനസാന്തരപ്പെട്ടോ അതേ കാര്യത്തിൽ തള്ളിയിടുവാൻ ഒരു ദൈവ പൈതൽ തീരുമാനിക്കും, ഞാൻ ഇനി പരദൂഷണം പറയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ പരദൂഷണം പറയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഈ 8 സാത്താന്റെ ശക്തികളും ചേർന്ന് നടത്തും. പരദൂഷണം പറയുന്ന കൂട്ടുകെട്ടുകളെ കൂടുതൽ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തും. ആ സമയത്ത് വചനത്താൽ ദൈവ പൈതൽ ജയിച്ചാൽ ആ 8 പൈശാചിക ശക്തികൾക്കും ഉള്ളിൽ കയറാൻ പറ്റില്ല. അത് എന്നേക്കുമായി വിട്ടുപോകും. പിശാചിനെ ഒരു വ്യക്തിയിൽ നിന്നും പുറത്താക്കുന്നതോടെ ജോലി തീർന്നില്ല. പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകണം. ആ ഗ്യാപ്പ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയണം. സാത്താൻ കൈവശമാക്കിയിരുന്ന, അടക്കി വെച്ചിരുന്ന ആ മനുഷ്യന്റെ ഉള്ളിലെ ആ ഗ്യാപ്പ് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയണം. ദൈവത്തോടുള്ള ഭക്തിയാൽ നിറയണം, ദൈവത്തോടുള്ള അനുസരണയാൽ നിറയണം, ദൈവത്തോടുള്ള സ്നേഹത്താൽ നിറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ സാത്താന് കയറാൻ പറ്റില്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ ഭൂതം പുറത്തു പോയി, പക്ഷെ ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ല, ആ പഴയ രീതിയിൽ തന്നെ അത് കിടക്കുകയാണെങ്കിൽ പോയത് അതിന് വേറെ 7 പേരെ വിളിക്കേണ്ട ആവശ്യമില്ല. അത് അതുപോലെ തിരിച്ചു വന്ന് സുഖമായി കയറും. ദേവാലയത്തിൽ വന്നിട്ട് ഭൂതം പുറത്തു പോയെങ്കിൽ അതിനുശേഷം മാനസാന്തരപ്പെടാതെയാണ് തുടർന്നും മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഒരു മാറ്റവുമില്ലാതെ, ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ, ഒരു സമർപ്പണമില്ലാതെ, മാനസാന്തരമില്ലാതെ, ഭയഭക്തിയില്ലാതെ, ഒരു പുതിയ തീരുമാനമില്ലാതെയാണ് പുറത്തു പോകുന്നതെങ്കിൽ പോയത് അതുപോലെ തിരിച്ചു വരും. അതിന് തിരിച്ചു വരുവാൻ വേറെ 7 പേരുടെ സഹായം ആവശ്യമില്ല. അത് അതുപോലെ തിരിച്ചു വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആളുകളായി നമ്മൾ ഇരിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. പോയത് പിശാചിന്റെ അധികാരങ്ങൾ, അവകാശങ്ങൾ നമ്മിലുണ്ടായിരുന്നത് വചനത്താൽ പുറത്താക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പുറത്താക്കുമ്പോൾ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ പുറത്താക്കുമ്പോൾ, അത് വീണ്ടും വരാതിരിക്കുവാൻ നമ്മെ നാം കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആദാമിനോടും ഹവ്വയോടും കർത്താവ് പറഞ്ഞു, തോട്ടത്തിൽ വേല ചെയ്യണം, അതിനെ കാക്കണം. ആ ജോലി ഇന്നും നമുക്കുണ്ട്. തോട്ടത്തിൽ വേല ചെയ്യണം. എന്തു വേല? ആരാധന വേണം, സ്തുതി വേണം,
കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു ജോലി നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതിനെ കാത്തു സൂക്ഷിക്കണം. സാത്താന് വരാൻ കഴിയാതവണ്ണം അതിനെ വിശുദ്ധമായി സൂക്ഷിക്കണം. അതിനെ ദൈവകൃപയിൽ സൂക്ഷിക്കണം. വചനത്തിൻ്റെ വെളിച്ചത്തിൽ കാത്തു സൂക്ഷിക്കണം. എങ്കിൽ സാത്താന് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ആദമും ഹവ്വയും തോട്ടത്തെ കാക്കുന്നതിൽ പരാജയപ്പെട്ടു. അവർ പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ വീണുപോയി. അവർ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വീണുപോയി. നമുക്ക് തന്നിരിക്കുന്ന ആത്മീക അനുഭവങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളെ വിലമതിപ്പോടുകൂടെ ഒരു നിധിയായി നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. നായ്ക്ക്, പന്നിക്ക് മുത്തിനെ കുറിച്ച് വാല്യൂ അറിയില്ല. ഒരു നായ്ക്ക് വളരെ വിശുദ്ധമായതെന്താണ് അശുദ്ധമായതെന്താണെന്ന് തിരിച്ചറിയില്ല. പന്നിക്ക് നിങ്ങളൊരു 10 പവൻ്റെ സ്വർണ്ണ മൂക്കുത്തി വാങ്ങിയിട്ട് കൊടുത്താൽ പന്നി സൂക്ഷിച്ചിട്ടുണ്ട് നടക്കുമോ? നടക്കില്ലേ? നടക്കില്ല. 10 പവൻ എത്ര രൂപ? ഇപ്പോൾ 5.5 ലക്ഷം 6 ലക്ഷം രൂപയാകും. ശരിയല്ലേ? എത്രയാണോ? കറക്റ്റാണോ? അല്ല, 4-5 ലക്ഷം രൂപ ആകുമായിരിക്കും. ഇത്രയും വിലപിടിപ്പുള്ള ഒരു മൂക്കുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജുവൽ പന്നിക്ക് ഇട്ട് കൊടുത്താൽ പന്നി അതിനെ മൈൻഡ് ചെയ്യില്ല. പന്നിക്ക് വചനത്തിൻ്റെ വില അറിഞ്ഞുകൂടാ. പന്നിക്ക് അഭിഷേകത്തിൻ്റെ വില അറിഞ്ഞുകൂടാ. പന്നിക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ വില അറിഞ്ഞുകൂടാ. പന്നിക്ക് കൂട്ടായ്മയുടെ വില അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ജനത്തിന് ദൈവവചനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും വില അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയഭക്തിയോടുകൂടെ ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ പാദത്തിൽ, കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ അവർ മാനിക്കപ്പെടും, അവർ അനുഗ്രഹിക്കപ്പെടും. അവരിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അധികമായി വർദ്ധിക്കും. ഹല്ലേലൂയ. അടുത്തൊരു പ്രൈസ് ലോർഡ് പറഞ്ഞേ. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് പറഞ്ഞാൽ, ചില ആളുകൾ ഇങ്ങനെ ഓഫായി വരുമ്പോൾ അവരെ ഒന്ന് ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരി, നോക്കിക്കേ. പന്നിയുടെ ആവശ്യം എന്താണ്? പിശാചിന്റെ ആവശ്യം എന്താണ്? 12-ാം വാക്യത്തിൽ, മർക്കോസ് 5:12 എന്താണ് പിശാചിന്റെ ആവശ്യം? പിശാചിന്റെ ആവശ്യം എന്താണ്? പന്നികളിലേക്ക് പോകണം. എന്താണ് പിശാചിന്റെ ആവശ്യം? പന്നികളിലേക്ക് പോകണം. ഞാനിങ്ങനെ ജനറലി പറയും, നിങ്ങളോടാണെന്ന് വിചാരിക്കേണ്ട, എല്ലാവരോടുമാണ്. ഇങ്ങനെ ജനറലി പറയും, പന്നിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിശാചിനെ ആകർഷിക്കുന്ന ഒരാളാണ് നിങ്ങൾ. പന്നിയെ പിശാചിന് ഭയങ്കര സ്നേഹമാണ്. പന്നിയെ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. ഏത് പന്നി? വചനത്തെ മാനിക്കാത്ത പന്നി. ഇങ്ങനത്തെ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലേ? വചനത്തെ മാനിക്കാത്ത പന്നി, കൂട്ടായ്മയെ മാനിക്കാത്ത പന്നി, അഭിഷേകത്തെ മാനിക്കാത്ത പന്നി, ദൈവികമായ വിലയേറപ്പെട്ട കാര്യങ്ങളെ അതിന്റെ വില തിരിച്ചറിഞ്ഞുകൂടാത്ത പന്നി, അതിനെ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. ദേശാധിപതി ശക്തികൾ അതിനെ സ്വാധീനിക്കും, ആ പന്നിയെ സ്വാധീനിക്കും. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, ദുഷ്ടാത്മസേനകൾക്ക് ആ പന്നിയുടെ മേൽ സ്വാധീനമുണ്ട്. എന്നാൽ ഇതിന് പന്നിയുടെ സ്വഭാവം മാറി അശുദ്ധമായതിനെ മാറ്റി വിശുദ്ധിയിലേക്ക് വന്നൊരു ദൈവ പൈതന്റെ മേൽ പിശാചിന് ഒരധികാരവുമില്ല, ഒരവകാശവുമില്ല. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. ഏതെങ്കിലും ആത്മാവ് വ്യാപരിച്ചാൽ പോരാ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമെങ്കിൽ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കണം. കാൽവരി ക്രൂശിൽ കർത്താവ് രക്തം ചിന്തിയത്, യാഗമായി മാറിയത് നമുക്ക് വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ചൊരു ബോധം എപ്പോഴും വേണം. കർത്താവിൻ്റെ രക്തം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ അടിപ്പിണരുകൾ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നെ രക്ഷിക്കുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ സൗഖ്യമാക്കുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ഈ യാഗത്തെ അർപ്പിച്ചിരിക്കുന്നു, ഈ ത്യാഗത്തെ സഹിച്ചിരിക്കുന്നുവെന്ന് ഒരു ഓർമ്മ ദൈവമക്കൾക്ക് എപ്പോഴും വേണം. ആ ക്രൂശിനെ നോക്കി ജീവിതയാത്രയിൽ മുന്നോട്ട് പോകണം. യാത്ര ചെയ്യും ഞാൻ ക്രൂശ്
ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാമേ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. എന്തിനാണ് ഈ വചനങ്ങളെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്? ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയിൽ കർത്താവ് നമ്മെ അതിന്റെ പങ്കാളികളാക്കി മാറ്റുകയാണ്. കർത്താവ് വേഗം വരും. കർത്താവിന്റെ രാജ്യം വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവപുത്രന്മാരായി തൻ്റെ ജനത്തെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഈ വചനത്തിന്റെ വെളിച്ചത്തെ ദൈവത്തിന്റെ മക്കൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേൾക്കുന്ന വചനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, ആ വെളിച്ചം ഉള്ളിലിറങ്ങുമ്പോൾ, അത് ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ ജനം ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അവരിലെ ലോകം ഇല്ലാതായി പോകും. അവരിലെ പൈശാചിക ആധിപത്യങ്ങൾ ഇല്ലാതായി പോകും. അവരിൽ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കും. ദൈവത്തിന്റെ കൃപ പെരുകും. ദൈവരാജ്യത്തിന്റെ ദൈവപുത്രന്മാരായി അവർ വെളിപ്പെട്ടു വരും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവപുത്രന്മാരായി എഴുന്നേൽക്കണമെന്ന് സർവ സൃഷ്ടിയും കാത്തിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവപുത്രന്മാരെ കേന്ദ്രീകരിച്ച് സകലതും പ്രവർത്തിക്കുവാൻ, ദൈവപുത്രന്മാർക്ക് കീഴ്പ്പെട്ടിരുന്ന് അവരുടെ ആജ്ഞകൾ അനുസരിച്ച് മുന്നേറുവാൻ സർവ സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്നും രോഗിയായിരിക്കുക, എന്നും പിശാചിന്റെ അടിമത്തത്തിലിരിക്കുക ഒരിക്കലും നല്ലതല്ല. പിശാചിന്റെ അടിമത്തത്തിലിരുന്നോ, രോഗിയായിരുന്നോ, ബലഹീനനായിരുന്നോ, ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് ഇമ്മീഡിയറ്റ്ലി വിടുതൽ പ്രാപിച്ച് ദൈവകൃപയിലേക്ക് കയറിക്കൊള്ളണം. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ കയറിക്കൊള്ളണം. ഹല്ലേലൂയ. ചിലർ ജീവിതകാലം മുഴുവനും രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ജീവിതകാലം മുഴുവനും പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന് ജീവിക്കുന്നത്, അതൊരു ശരിയായ പോക്കല്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നും കർത്താവ് വിടുതൽ തന്ന് നമ്മെ ദൈവരാജ്യത്തിന്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ വചനം പ്രാപിച്ച് രോഗത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ദൈവത്തിന്റെ ജനം അവൻ ദൈവശക്തിയോടുകൂടെ മുന്നേറും. ഹല്ലേലൂയ. എന്നും അടിമത്തത്തിൽ ഇരിക്കുവാനല്ല, അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണം, രോഗത്തിൽ നിന്ന് പുറത്തു വരണം, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തിന് വചനത്തിന്റെ വെളിച്ചം ഉള്ളിൽ ഇറങ്ങുമ്പോൾ എല്ലാ അടിമത്തത്തിൽ നിന്നും ദൈവത്തിന്റെ ജനം പുറത്തു വരും. രോഗം അത് ദൈവം നമുക്ക് അനുവദിച്ചിട്ടില്ല. വചനം പറയുന്നു, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ. യെശയ്യാവ് 53:5 തോന്നുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിൽ യാഗമായി മാറിയത് നമ്മുടെ ശരീരത്തിന് ഒരു സൗഖ്യം കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിന് ഒരു ബലവും ഒരു വിടുതലും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിന്റെ പൈതൽ വരുമ്പോൾ മാനസിക അവസ്ഥയിൽ മാറ്റമുണ്ടാകും, ശാരീരിക അവസ്ഥയിൽ മാറ്റമുണ്ടാകും, സ്പിരിച്വൽ സ്റ്റേറ്റിൽ ആത്മീകമായ അവസ്ഥയിൽ മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് അറിഞ്ഞതിനനുസരിച്ച് വില കൊടുത്ത് മുന്നോട്ട് പോകുന്ന, വിലമതിച്ച് മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ മക്കൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ജയമെടുക്കുവാൻ കൃപ നൽകും. ഹല്ലേലൂയ. ജയമെടുക്കണമോ? വചനത്തെ ഏറ്റെടുക്കുവേൻ. ജയമെടുക്കണമോ? ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളെ വിലമതിക്കുവേൻ. വിലയേറപ്പെട്ട മുത്തായി, ഒരു നിധിയായി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കുവേൻ. കർത്താവ് ദൈവത്തിന്റെ വലിയ മഹത്വങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുവാനല്ല, അത് അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളെ സ്വന്തമാക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കോളൂ. ഞാൻ ഈ പറഞ്ഞ വാക്യത്തിൽ പന്നിയിലേക്ക് പോകുവാൻ
പിശാച് അപേക്ഷിക്കുന്നു. ആത്മീകമായി മനസ്സിലാക്കുക, മാനസാന്തരപ്പെടാത്ത, അശുദ്ധിയെ ജീവിതത്തിൽ നിന്ന് മാറ്റാത്ത, പാപത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റാത്ത, ഒരു പുതിയ തീരുമാനവും സമർപ്പണവും ദൈവനാമത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാത്തവരാണ് പന്നികൾ. അവരിലേക്ക് പിശാച് ആകർഷിക്കും. ഓക്കെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പാപത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിലുണ്ടെങ്കിൽ അത് പിശാചിനെ ആകർഷിക്കുന്ന ഒരു പന്നിയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നേരത്തെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവാത്തവർക്ക് ഇമ്പോസിഷനൊക്കെ എഴുതിപ്പിച്ച് അവരെ പഠിപ്പിക്കും. ഓക്കെ, നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കിതൊന്നും ഒരു പിടിയും കിട്ടിയില്ല എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ വരുന്നത്. മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞേ? വചനത്തെ ഏറ്റെടുക്കാത്ത പറഞ്ഞേ അല്ലല്ല, ബാക്കി പറയേ. വചനത്തെ ഏറ്റെടുക്കാത്ത പന്നികളുടെ മേൽ പിശാച് അതിന് ആകർഷണമുണ്ടാകും. സാത്താൻ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: പന്നിയിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. പാപത്തിൽ ജീവിക്കുന്നവൻ അവൻ പന്നിയുടെ അവസ്ഥയിലാണ്. അവനിലേക്ക് പോകുവാൻ ദൈവത്തിൻ്റെ അംഗീകാരം തന്നെ പിശാചിനുണ്ട്. ദൈവം അതിനെ തടസ്സപ്പെടുത്തുകയില്ല. വചനത്തിൽ ജീവിക്കുന്നവൻ, ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ, ആമേൻ, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവൻ അവൻ പന്നിയുടെ അവസ്ഥയിലല്ല. പിശാചിന് അവരുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, മൈൻഡിൽ, അവരുടെ ആക്ടിവിറ്റീസിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ ഭവനത്തിൽ അവകാശമെടുക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പാപത്തിൽ ജീവിക്കുന്ന പന്നിയായിട്ടല്ല, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ആടായി ദൈവത്തിൻ്റെ ജനം മാറുമ്പോൾ ദൈവികമായ അനേക ആശീർവാദങ്ങൾ, സംരക്ഷണങ്ങൾ, സഹായങ്ങൾ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ മക്കൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ വെറുതെ വന്ന് വെറുതെ പോകുന്നവരാകരുത്. ആലയത്തിൽ വരുമ്പോൾ ഓരോ ദിവസവും പ്രാർത്ഥനയോടുകൂടെ വരണം. കർത്താവേ, ഇന്ന് വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിൽ തരണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ തരണമേ. കർത്താവിൻ്റെ പാദത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടും ഉണ്ടാകണം. മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകും തോറും, ആ സത്യങ്ങൾ ഗ്രഹിക്കും തോറും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനയാലല്ല മറുപടി വരുന്നത്, ആരാധിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ വിടുതലുണ്ടാകുന്നു. സുൽബർ എന്ന് സാക്ഷി പറഞ്ഞു, ആ കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ട് ഇത്രയും സമയം നിന്ന് ആരാധിക്കുവാൻ, ഒരു ബലഹീനതകളും ഇല്ലാതെ വണ്ണം ആരാധിക്കുവാൻ കൃപ കൊടുത്തു. പ്രാർത്ഥിച്ചപ്പോഴല്ല, ആരാധിച്ചപ്പോൾ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, സ്തുതിക്കുമ്പോൾ വിടുതൽ, സ്തുതിക്കുമ്പോൾ സൗഖ്യം, സ്തുതിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആരാധിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മാത്രമല്ല, വചനം ധ്യാനിക്കുമ്പോഴും അത് ഏറ്റെടുക്കുന്നതിനനുസരിച്ച് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവസന്നിധിയിലുള്ള ഓരോ ആക്ടിവിറ്റീസിലും ദൈവം തൻ്റെ മക്കളുടെ മേൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇൻ കേസ് ഒരു സാക്ഷ്യം കേട്ട് ആ സാക്ഷ്യത്തിൽ ഒരു വിശ്വാസമുണ്ടായി, ആ സാക്ഷ്യത്തെ അതിനെ ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, മറ്റൊരാൾ സാക്ഷി പറയുന്നു, നമ്മളത് ഏറ്റെടുത്ത് മഹത്വം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകും. ഹല്ലേലൂയ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കും. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം അത് പ്രവചനത്തിന്റെ ആത്മാവാണ്. അവിടെ ഒരു ആത്മശക്തി വ്യാപരിക്കും. അവിടെ ദൈവികമായ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ ചിലർ ഇതിലൊന്നിനും കാര്യമാക്കാതെ വല്ലാത്ത പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ്. അങ്ങനെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ക്രമീകരണങ്ങളില്ലാതെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. അതുകൊണ്ടാണ് 30, 40, 60 വർഷവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്, എന്നിട്ടും ഉത്തരം കിട്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ. ചില ആളുകൾ 20ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വിളി നിന്റെ മേലുണ്ടെന്ന് ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനിൽ നിന്ന് അരുളപ്പാട് കേൾക്കും, പ്രവചനം കേൾക്കും, ദൂത് കേൾക്കും. 70ാമത്തെ വയസ്സിൽ പോയി നിന്നാലും അവൻ്റെയോട് ഇത് തന്നെ പറയും, നിന്റെ മേൽ ദൈവത്തിൻ്റെ വിളിയുണ്ട്. കാരണം 1/2 നൂറ്റാണ്ടായിട്ടും അവന് വിളിയിലേക്ക് കയറി വരുവാൻ അവന് കഴിഞ്ഞിട്ടില്ല. 50 വർഷമായിട്ടും ആ വിളി ഏറ്റെടുക്കുവാൻ അവന് കഴിഞ്ഞിട്ടില്ല.
ചിലരുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാതെ വണ്ണം കണ്ണുകൾ കുരുടായിരിക്കുകയാണ്. വിളി ഏറ്റെടുക്കണം. വിളിയുണ്ടോ? ആരാധിപ്പാൻ കർത്താവിനെ വിളിച്ചിരിക്കുന്നുവോ? സ്തുതിക്കുവാൻ കർത്താവിനെ വിളിച്ചിരിക്കുന്നുവോ? ഒരു ദൈവരാജ്യത്തിലെ ആടായിരിക്കാൻ കർത്താവിനെ വിളിച്ചിരിക്കുന്നുവോ? ആ വിളിയെ ഏറ്റെടുക്കണം. പൈശാചികമായ അവകാശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ, ദേശത്തിൽ വ്യാപരിക്കുന്ന ബാധകളെ ജയിക്കുവാൻ, അടിമനുഖങ്ങളെ ജയിക്കുവാൻ ദൈവത്തിന്റെ ശക്തി ദൈവജനത്തിന് വേണം. ഹല്ലേലൂയ. കൊറോണ പോലൊരു മഹാമാരി നമ്മെ വിട്ട് കടന്നുപോയി. ഓക്കെ, ഇനിയും ചില മാരകമായ വ്യാധികൾ ഭൂമിയിൽ കടന്നു വരും. ചിലപ്പോൾ അത് മനുഷ്യനിർമ്മിതവുമായിരിക്കും. എന്നാൽ പറയട്ടെ, ദൈവരാജ്യത്തിലെ ദൈവത്തിന്റെ ജനം, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനം, വചനത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനം അതിനെ ജയിക്കും. ഹല്ലേലൂയ. പാപത്തിൽ ജീവിക്കുന്ന പന്നി അത് ജയിക്കില്ല. വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവരാജ്യത്തിലെ ദൈവത്തിന്റെ ജനം അതിനെ ജയിക്കും. ഹല്ലേലൂയ. ഒരു പ്രതികൂലം വരുമ്പോൾ അറിയാം ഏതാണ് ആട്, ഏതാണ് പന്നി, ഏതാണ് നായ് എന്ന്. ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ഇടർച്ച വരുമ്പോൾ, ഒരു പരീക്ഷണം വരുമ്പോൾ അറിയാം. ഹല്ലേലൂയ. വിശുദ്ധിയെ വിട്ട് ദൈവത്തിൽ നിന്നും പ്രാപിച്ച ആത്മീക അനുഭവങ്ങളെ വിട്ടു പോകുന്ന നായായിട്ട് മാറരുത്. ദൈവികമായ കാര്യങ്ങളെ വിലമതിക്കാതെ പോകുന്ന പന്നിയായി മാറരുത്. ദൈവരാജ്യത്തിൽ വില കൊടുക്കുന്ന ഒരു മുത്തിനെ പോലെ, നിധിയെ പോലെ ദൈവിക കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവ പൈതലായി നമുക്ക് ശോഭിക്കാം. വചനത്തോടൊരു വിലയുണ്ടാകട്ടെ, ഒരു മൂല്യമുണ്ടാകട്ടെ. ഈ ആരാധനകളോട്, ഒരു കൂട്ടായ്മകളോട് ഒരു വിലയുണ്ടാകട്ടെ, ഒരു മൂല്യമുണ്ടാകട്ടെ. വചനത്തോട്, ആരാധനയോട്, ദൈവിക കൽപ്പനകളോട് ഒരു മൂല്യമുണ്ടാകട്ടെ. വിലമതിക്കുവൻ, എങ്കിൽ ദൈവം മാനിക്കും. ഹല്ലേലൂയ. അന്ത്യകാലത്തിന്റെ പീക്കിലേക്ക് ഈ ലോകം മൂവ് ചെയ്യുമ്പോൾ, പൊക്കൊണ്ടേയിരിക്കുമ്പോൾ, വചനത്താലും യേശുവിന്റെ രക്തത്താലും അഭിഷേകത്തിന്റെ ശക്തിയാലും അല്ലാതെ ഈ കാലഘട്ടത്തെ ജയിക്കുവാൻ കഴിയുകയില്ല. ഭൂവാസികൾക്ക് അയ്യോ കഷ്ടം, എന്നാൽ ദൈവരാജ്യത്തിലെ ദൈവത്തിന്റെ ജനം സകലത്തെയും ജയിക്കും. പിശാചിന്റെ പദ്ധതികൾക്ക് ദൈവസഭയെ, ദൈവരാജ്യത്തെ തൊടുവാൻ കഴിയുകയില്ല. അധർമ്മമൂർത്തിയെ തടയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ദൈവമക്കളിൽ, ദൈവസഭയിൽ, പുതിയ യെരുശലേമിൽ ദൈവം ആക്കി വച്ചിട്ടുണ്ട്. വചനം ഏറ്റെടുക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തെ കർത്താവ് മോണിറ്റർ ചെയ്യും. ആ ദേശത്തിൽ ദൈവത്തിന്റെ ശ്രദ്ധയുണ്ടാകും. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന പിശാചിന് കർത്താവ് വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ. പിശാച് വരുന്നത് അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും. ഈ ലോകത്തിൽ അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനുമുള്ള പൈശാചികമായ പദ്ധതികളുണ്ട്. എന്നാൽ ദൈവസഭ അതിനെ ജയിക്കും. ദൈവത്തിന്റെ മക്കൾ അതിനെ ജയിക്കും. വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന ദൈവത്തിന്റെ മക്കൾ അതിനെ ജയിക്കും. ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ അത് ജയിക്കുകയില്ല. ദൈവവചനത്തെക്കാളും ലോകത്തിന്റെ ശബ്ദത്തിന് വില കൊടുക്കുന്നവർ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിന്റെ വചനത്തിന് വാല്യൂ കൊടുക്കുന്നവർ, ഒരു നിധി പോലെ അതിനെ ഏറ്റെടുക്കുന്നവർ സകലത്തെയും ജയിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ ശാസ്ത്രത്തിന് ഗ്രഹിപ്പാൻ പറ്റാത്തത്, നിരീശ്വരവാദികൾക്ക് ഗ്രഹിപ്പാൻ പറ്റാത്തത്, യുക്തിവാദികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, ലോകമക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, പൈശാചികമായ ആത്മാവിൽ നിൽക്കുന്ന മന്ത്രവാദികൾക്ക് ഗ്രഹിപ്പാൻ പറ്റാത്തത്, അടുക്കുവാൻ കഴിയാത്തത്, ദൈവത്തിന്റെ ജനം എല്ലാറ്റെയും ഗ്രഹിക്കും. മാത്രമല്ല എല്ലാറ്റിന്റെ മേലും ജയമെടുക്കും. ആത്മീകൻ സകലത്തെയും ജയിക്കുന്നു. ആത്മീകൻ സകലത്തെയും ഗ്രഹിക്കുന്നു. സകലത്തെയും വിവേചിക്കും, സകലത്തെയും തിരിച്ചറിയും. അത് ജയിക്കുവാനൊരു ജ്ഞാനത്തെ ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കും, ദൈവവചനത്തിൽ നിന്ന് സ്വന്തമാക്കും. ജയമെടുക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു, ദമസ്കോസ് പിശാചിന്റെ പദ്ധതി ജയിക്കാത്ത ഒരിടം. ഏലിയാവ് ശത്രുവിന് അടുക്കുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യമുള്ള ഒരു അഭിഷിക്തൻ. എലീശ അഗ്നിരഥങ്ങളും അഗ്നി കുതിരകളും കാവലായുള്ള ഒരു അധികാരമുള്ള ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ. അങ്ങനെ ഒരു ഉന്നതമായ
അനുഭവങ്ങളിലേക്ക് നമുക്കും ദൈവസഭയ്ക്കും വരുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികൾ അതിന് സാക്ഷി. ഹല്ലേലൂയ. ഇന്ന് തന്നെ നിങ്ങൾ ആ യൂത്ത് മീറ്റിങ്ങിന്റെ സാക്ഷി കേട്ടല്ലോ. ആ കടൽക്കരയിൽ നമ്മൾ പ്രെയർ വാക്ക് പോയപ്പോൾ അന്തരീക്ഷത്തിൽ വന്ന മാറ്റം, രാത്രിയിൽ ആ ഒരു വെളിച്ചം അവിടെ വരണമെങ്കിൽ, ആ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം അവിടെ വരണമെങ്കിൽ ആ ദൈവത്തിന്റെ ശ്രദ്ധ കർത്താവിനെ അന്വേഷിക്കുന്ന മക്കളുടെ മേൽ വളരെയധികമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് തീരുമാനിക്കുവേൻ, പാപത്തിലെ ജീവിതം എനിക്ക് വേണ്ട, അശുദ്ധമായതിലേക്ക് ഞാൻ തിരിയുകയില്ല, വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നടക്കും, ദൈവത്തിന്റെ വഴിയിൽ ഞാൻ നടക്കും, യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടവനായി, അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായി ഞാൻ ജീവിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുവേൻ. ഒരു പുതിയ തീരുമാനവും ഒരു പുതിയ സമർപ്പണവും ദൈവമക്കൾക്കുണ്ടാകട്ടെ. പുതിയ തീരുമാനവും പുതിയ സമർപ്പണവും ഉണ്ടാവുകയാണെങ്കിൽ ലജ്ജിച്ചു പോവുകയില്ല, ജയമെടുക്കും, സകലത്തെയും ജയമെടുക്കും. ലോകം, ജഡം, പിശാചിനെ ദൈവത്തിന്റെ പൈതൽ ജയിക്കും. ഹല്ലേലൂയ. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങൾ അയക്കണം. അതാണ് പിശാചിന്റെ റിക്വസ്റ്റ്. പിശാചിന് കയറുവാൻ കഴിയുന്ന ഒരു പന്നിയുടെ അവസ്ഥയിൽ ആകരുത്. വിശുദ്ധിയുടെ മക്കളായി നമ്മൾ മാറണം. മത്തായി 7:6 വരാം. മത്തായി 7:6 വിശുദ്ധമായത് ആരാധനകൾ, സ്തുതിസ്തോത്രങ്ങൾ, വചനങ്ങൾ, കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ, നമ്മുടെ ഇടയിലുള്ള സാക്ഷ്യങ്ങൾ, ഇതെല്ലാം വിശുദ്ധമായതാണ്. ഹല്ലേലൂയ. അതെന്ത് ചെയ്യരുത്? നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില ആളുകൾക്ക് ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറയും. എന്തുകൊണ്ടെന്നറിയാമോ? വചനം കേട്ടിട്ടും ഏറ്റെടുക്കുവാൻ മനസ്സില്ലാതിരിക്കുന്നവരോടാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറയുന്നത്. എന്നാൽ വചനം ഏറ്റെടുക്കുവാൻ ഞാൻ റെഡിയാണ്, അവൻ കേൾക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ ഞാൻ റെഡിയാണ്. അങ്ങനെയുള്ളവർക്ക് ശുശ്രൂഷകൾ ലഭിക്കുവാൻ അതിനു വേണ്ടിയിട്ടാണ് ദൈവരാജ്യത്തെ കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തിൽ ജീവിക്കുന്നവന് പ്രാർത്ഥിച്ച് വിടുതൽ കൊടുക്കുവാനല്ല കർത്താവ് തൻ്റെ സഭയെ നിർത്തിയിരിക്കുന്നത്. പാപത്തെ വെള്ളം പോലെ വലിച്ചു കുടിക്കുന്നവന് പ്രാർത്ഥിച്ച് ജയം കൊടുക്കുവാനല്ല കർത്താവ് തൻ്റെ മക്കളെ നിർത്തിയിരിക്കുന്നത്. കർത്താവ് തൻ്റെ മക്കൾക്ക് കൃപകളും കൃപാവരങ്ങളും അഭിഷേകങ്ങളും അധികാരങ്ങളും കൊടുത്തിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവഭയമുള്ള, കർത്താവിനെ മാനിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പാപത്തിൽ നിൽക്കുന്നവന്, പന്നിയെ പോലെ ജീവിക്കുന്നവന്, നായ്ക്കൾക്ക് മക്കൾക്കുള്ള അപ്പം ഇല്ല, അവർക്ക് മുത്തിന്റെ വില അറിയില്ല. കർത്താവ് പറയുന്നു, അത് നായ്ക്കൾക്കും പന്നിക്കും അത് കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ അത് ഏറ്റെടുക്കാം. പന്നിയെ പോലെ, ഒരു നായെ പോലെ അല്ല, ഒരാടായി വചനത്തെ ഏറ്റെടുക്കുന്ന, ഇടയന്റെ ശബ്ദം കേട്ട് ഇടയനെ അനുഗമിക്കുന്ന ഒരാടായി, ആ നല്ല ഇടയന്റെ ശബ്ദം കേട്ട് ഇടയനോട് ചേർന്നിരിക്കുന്ന, ഇടയനോട് പറ്റി നിൽക്കുന്ന ഒരു ആടായി ഞാനിരിക്കുമെന്ന് പറയാം. ഹല്ലേലൂയ. ആ ഇടയന്റെ ശബ്ദം കേട്ട് ഇടയനോട് ചേർന്ന് നിന്നാൽ പിശാചിന് കയറാൻ പറ്റില്ല. പിശാച് ചിലപ്പോൾ അടുത്ത് വന്നേക്കാം, പുറത്ത് നിന്നേക്കാം, പക്ഷേ ഒരു വേലിയുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കടന്ന് സാത്താന്റെ ശക്തികൾക്ക് ദൈവമക്കളുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. പൈശാചിക മണ്ഡലത്തിലെ ആക്രമങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ, അവൻ ദുഷ്ട മനുഷ്യരുടെ കുബുദ്ധികളെ പോലും അവൻ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം തകർത്തുകളയും. ഹല്ലേലൂയ. ദുഷ്ട മനുഷ്യർ നിങ്ങൾക്കെതിരെ വഞ്ചനകൾ അല്ലെങ്കിൽ ക്രൂക്കഡായിട്ടുള്ള വക്രതയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പദ്ധതികളെല്ലാം തകർത്ത് സേഫായി സുഖഭദ്രമായി തൻ്റെ മക്കളെ കർത്താവ് പാലിക്കും, പരിപാലിക്കും. ഹല്ലേലൂയ. വിശുദ്ധമായത് നായ്ക്കൾക്കുള്ളതല്ല. മുത്ത്, ദൈവരാജ്യം എന്ന മുത്ത്, ദൈവരാജ്യത്തിലെ നന്മകൾ എന്ന മുത്ത് പന്നിക്കുള്ളതല്ല, അത് ദൈവമക്കൾക്കുള്ളതാണ്. ദൈവരാജ്യത്തിൽ ദൈവപുത്രന്മാരായി തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തെ കാത്തു പരിപാലിക്കുന്ന, അതിനെ വിലമതിപ്പോടുകൂടെ കാണുന്ന, വിലമതിപ്പോടുകൂടെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കുള്ളതാണ് ദൈവരാജ്യത്തിലെ നന്മകൾ. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിൽ ദൈവം ആശീർവാദങ്ങളെ കൊടുക്കുന്നു, വിടുതൽ കൊടുക്കുന്നു, തെളിവുകളെ കൊടുക്കുന്നു, അടയാളങ്ങളെ കൊടുക്കുന്നു. എന്നിട്ടും കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഏറ്റെടുക്കാതെ വണ്ണം താന്തോന്നികളായി പോകുമ്പോൾ പല പ്രാവശ്യം
ഇടയൻ കാണാതെ പോയ ആടിന്റെ പിന്നാലെ പോകും. വീണ്ടും വീണ്ടും അങ്ങനെ കാണാതെ പോവുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോവുകയില്ല, അതിനെ വിട്ടേക്കും. ഹല്ലേലൂയ. പതിരും ഗോതമ്പ് മണിയും ഒരുമിച്ച് വളരട്ടെ, അത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അതിനെ പിഴുതുകളയും. ഹല്ലേലൂയ. കുറച്ചു നാൾ അനുവദിക്കും, എന്നാൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, ആ ഹാർവസ്റ്റ് പീരീഡ് എത്തുമ്പോൾ അതിനെ പിഴുതുകളയും. എന്നും അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് പീരീഡ് മാത്രമേ ഉള്ളൂ. ആ ലിമിറ്റഡ് പീരീഡ് കൊണ്ട് പതിര് എന്ന അവസ്ഥയിൽ നിന്നും ഗോതമ്പ് മണിയായി മാറിയാൽ, പന്നി എന്ന അവസ്ഥയിൽ നിന്നും ഒരു ആടായി മാറിയാൽ, നായ എന്ന അവസ്ഥയിൽ നിന്നും ഒരു ദൈവവചനം കേൾക്കുന്ന, ആ ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ആടായി മാറിയാൽ, ദൈവികമായ അനുഗ്രഹങ്ങളും ദൈവികമായ സംരക്ഷണങ്ങളും ധാരാളമായി കൈക്കൊള്ളാം. ഒരിക്കൽ ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ചിട്ട് അതിന് വിലമതിക്കാതെ വണ്ണം പോകുന്ന പന്നിയാകരുത്, വിലമതിക്കാതെ വണ്ണം പോകുന്ന നായാകരുത്. അതിനെ വിലമതിച്ച് അതിന് മാന്യത കൊടുക്കുന്ന, അതിനെ കാത്തു സൂക്ഷിക്കുന്ന, നഷ്ടപ്പെടാതെ വണ്ണം ജീവിതത്തിൽ അതിനെ കൊണ്ടു നടക്കുന്ന ഒരു ആടായി ദൈവത്തിന്റെ മക്കൾ ശോഭിക്കട്ടെ. ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാരായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അതിന് വലിയ മഹത്വമുണ്ട്. നമ്മൾ ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നാളെ ഇരിക്കാൻ പറ്റില്ല. കർത്താവ് നമ്മെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും, വീണ്ടും വീണ്ടും ഹയർ ലെവൽസിലേക്ക് കൊണ്ടുപോകും. കർത്താവ് നമ്മെ ലോകത്തിൽ വെച്ചിരിക്കുന്നത് ലോകത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന, പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന അനേകരെ ദൈവരാജ്യത്തിലേക്ക് വിടുവിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് നമ്മെ കർത്താവ് ലോകത്തിൽ വെച്ചിരിക്കുന്നത്. യേശുവിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, ലോകത്തിൽ ഒരു വിളക്കായി നിൽക്കുവാൻ, ലോകത്തിന്റെ ഒരു വെളിച്ചമായി നിൽക്കുവാനാണ് കർത്താവ് നമ്മെ ലോകത്തിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കൂരിരുട്ട് ജാതികളെയും അന്ധകാരം ഭൂമിയെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. ദൈവത്തിന്റെ വെളിച്ചം നിന്റെ മേലുണ്ടായിരിക്കും. ഭൂമിയിൽ മൂടുന്ന കൂരിരുട്ട്, ജാതികളെ മൂടുന്ന അന്ധകാരം, അത് ദൈവ പൈതലിനെ മൂടുകയില്ല. ദൈവ പൈതലിന്റെ മേൽ ഒരു വെളിച്ചമുണ്ടായിരിക്കും. വെളിച്ചമുള്ള ദൈവ പൈതലാണോ? അല്ല, ഇരുട്ടിൽ കിടക്കുന്ന പന്നിയാണോ? വെളിച്ചമുള്ള ദൈവ പൈതലാണോ? ഇരുട്ടിൽ കിടക്കുന്ന നായാണോ? ഇരുട്ടിൽ കിടക്കുന്ന നായായിട്ടല്ല, ഇരുട്ടിൽ കിടക്കുന്ന പന്നിയായിട്ടല്ല, വെളിച്ചത്തിലിരിക്കുന്ന, വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു ആടായി നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിന് കേട്ടു പറഞ്ഞേ, പന്നിയായിരിക്കേണ്ട, നായായിരിക്കേണ്ട, ആടായിരിക്കാം. യെസ്, ഹല്ലേലൂയ. ഉറങ്ങിയിരിക്കുന്നവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, ഇത് മാത്രം അവർ കേൾക്കുന്നേ. പന്നിയായിരിക്കേണ്ട, നായായിരിക്കേണ്ട, ആടായിരിക്കാം. വചനത്തെ ഏറ്റെടുക്കുന്ന ആട്, ദൈവിക കാര്യങ്ങളെ വിലമതിക്കുന്ന ആട്, ദൈവരാജ്യത്തിന്റെ നന്മകളെ വിലമതിക്കുന്ന, വാല്യൂ കൊടുക്കുന്ന, അതിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്ന ആട്. ആ അവസാനത്തെ വാക്യത്തിലേക്ക്, ഞാൻ ആദ്യം എടുത്ത വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ വരുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിൽ ആ ഉപമയിൽ കർത്താവ് പറയുന്നു, 13:44, ആ ഉപമയിൽ കർത്താവ് പറയുന്നു, ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് കർത്താവിനെ ആരാധിക്കുന്നതിൽ എത്ര മക്കൾക്ക് സന്തോഷമുണ്ടാകും? ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നായ്ക്കും പന്നിക്കും സന്തോഷമുണ്ടാകില്ല. ദൈവരാജ്യത്തിലെ ദൈവ പൈതലിന് അത് സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. പിശാച് പന്നിയിലേക്ക് ആകർഷിക്കും, ആട് ദൈവിക കാര്യങ്ങളിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ മനുഷ്യരും പുറമേ കാണുന്നത് പോലൊരു ബയോളജിക്കൽ മനുഷ്യർ മാത്രമല്ല, സ്പിരിച്വലി അവർ പല കാറ്റഗറിയിലാണ്. ദൈവത്തിൻ്റെ മുന്നിൽ ചിലത് ആടാണ്, ചിലത് കോലാടാണ്. കോലാടിൽ ചിലത് നായാണ്, ചിലത് പന്നിയാണ്. പല കാറ്റഗറിയിൽ പലരെയും പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കൾ ലോകത്തിന്റെ വിളക്കാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. യേശുവിന്റെ മഹത്വത്തെ ഉയർത്തുവാൻ, ആ സത്യത്തിന്റെ വഴികളെ ഘോഷിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ അയൽവാസികളോട്, നിങ്ങളോട് ഇടപെടുന്ന വ്യക്തികളോട് കർത്താവ് ചെയ്ത നന്മകളെ സാക്ഷിക്കുവാൻ നിങ്ങളുടെ അധരങ്ങൾ തുറക്കട്ടെ. യേശുവിന്റെ മഹത്വത്തെ ഉയർത്തുവാൻ നിങ്ങളുടെ അധരങ്ങൾ തുറക്കട്ടെ. കർത്താവിലുള്ള രക്ഷയെ പറയുവാൻ നിങ്ങളുടെ അധരങ്ങൾ തുറക്കട്ടെ. അത് മൂടി വയ്ക്കുവാനല്ല, ആ വെളിച്ചം പ്രകാശിക്കട്ടെ.
തണ്ടിന്മേൽ വെച്ച വിളക്കിനെ പോലെ, മലമുകളിൽ ഇരിക്കുന്ന പട്ടണത്തെ പോലെ ഒരു വെളിച്ചം നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇരുട്ടിൽ കിടക്കുന്ന ജനം അനേകമുണ്ട്, അന്ധകാരത്തിൽ കിടക്കുന്ന ജനം അനേകമുണ്ട്, പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനം അനേകമുണ്ട്. അവരിലേക്ക് യേശുവിന്റെ ഒരു വെളിച്ചത്തെ കടത്തിവിടുവാൻ കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ഒരു ദൈവപുത്രനായി, ദൈവരാജ്യത്തിലെ ഒരു ദൈവ പൈതലായി, ഒരു ദൈവപുത്രനായി കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ഇരുട്ടിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന ജാതികൾക്ക്, ഭൂവാസികൾക്ക് ഒരു വെളിച്ചത്തെ കൊടുക്കുവാൻ, ഒരു വെളിച്ചമായി, ഒരു വിളക്കായി, ലോകത്തിന്റെ വിളക്കായി കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നു. താങ്ക് യു ജീസസ്.